സുപ്രീം കോടതിയുടേത് സൗമ്യ നിലപാടോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീമതി സുമതി, ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ എന്ത് തോന്നുന്നു അതൊക്കെ കേൾക്കുമ്പോൾ? ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ അത് നടന്നത്, അപ്പോൾ വക്കീൽ ഒന്നും മിണ്ടാതെ നിന്നു എന്ന് പറയണത് തന്നെ അത് ശരിയല്ലല്ലോ. മുകളിലെ കേസിൻ്റെ അത് അവിടെ ഹൈക്കോടതി വാദിച്ച വക്കീൽ തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മിണ്ടാതിരിക്കുമോ? അപ്പോൾ ആ കേസ് ഈ വക്കീൽ കേസ് പഠിച്ചിട്ടില്ല എന്നുള്ളതല്ലേ അതിൻ്റെ കാര്യം. ആ കേസ് പഠിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അങ്ങനെ മിണ്ടാതെ നിൽക്കില്ലായിരുന്നു സുപ്രീം കോടതിയിൽ. അതിന് മറുപടി അയാൾ കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ സുപ്രീം കോടതി ചോദിച്ച ചോദ്യം ഇതിനെന്താ തെളിവ് എന്നാണ്. ആ തെളിവ് ചോദിച്ചപ്പോൾ എന്താ അവർ മിണ്ടാതിരുന്നത്? മറുപടി പറയണ്ടായിരുന്നു. അത് ആ കേസ് അയാൾ പഠിച്ചിട്ടില്ല. ശ്രീമതി സുമതി, എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നോ നേരത്തെ തന്നെ ഈ അഡ്വക്കേറ്റിനെ പറ്റി താങ്കൾക്ക്? ഞാനിത് ഒന്നും അറിഞ്ഞിട്ടില്ല. ഇന്ന് ന്യൂസ് കാണുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇന്നത്തെ ഇത് അറിയണത് തന്നെ. ഇന്നിങ്ങനെ സുപ്രീം കോടതി കേസിൻ്റെ ഇത് പറയുന്നുണ്ടെന്ന് അറിയണത് ഞാൻ വാർത്ത വെച്ചപ്പോഴാണ്. ശരി, പക്ഷേ ശ്രീമതി സുമതി, ഈ മുഖ്യമന്ത്രിയെ നേരത്തെ കാണുകയും ഇവിടെ ഈ പറയുന്ന വിചാരണ കോടതിയിലായാലും ഹൈക്കോടതിയിലായാലും ഈ കേസ് വാദിച്ച അതേ അഡ്വക്കേറ്റ് തന്നെ വേണം ഡൽഹിയിൽ എന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നോ? അതെ, ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. വാദിച്ച വക്കീൽ തന്നെ അവിടെ വേണം എന്നുള്ളൊരു ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് നിലപാടുകളൊന്നും എത്തിയില്ല, പക്ഷെ അത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പോഴും ഞാൻ അതിന് തന്നെയാണ് പറയണത്. ഇവിടുത്തെ ഈ ഹൈക്കോടതിയിലും ഹൈക്കോടതിയിലും ബാധിച്ച വക്കീൽ തന്നെ അവിടെ വേണമെന്നാണ്. കാരണം അവർ ആ കേസിൻ്റെ തുടങ്ങിയപ്പം മുതലുള്ള അത് അവർ പഠിച്ചിരിക്കുന്നത് അവർക്കാണ് ഇതുള്ളൂ. അതിന് ശരിക്കുള്ള തെളിവും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. വേറൊരു അഡ്വക്കേറ്റാണ് സുപ്രീം കോടതിയിൽ പോയതെന്ന് അറിയില്ലായിരുന്നോ ശ്രീമതി സുമതിക്ക്? എനിക്കറിയില്ലായിരുന്നു. വേറൊരു ഇത് അറിഞ്ഞിട്ടില്ല ഞാൻ ഇന്ന് ഈ ന്യൂസ് കേട്ടപ്പം മുതൽ മാനസികമായി ഞാൻ തകർന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് പി എച്ച് ശ്രീധരൻപിള്ള, സുപ്രീം കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം എത്രമാത്രം പ്രധാനമായിരിക്കും ഈ കേസിൽ വിധി പ്രസ്താവിക്കുമ്പോൾ? അല്ല, കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്തെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്, മറ്റൊരു ഭാഗത്ത് കുറ്റം ചെയ്തു എന്നുള്ളതിന് തെളിവുകളുമുണ്ട്. പക്ഷേ ഇതൊരു പൊതു കാര്യം ഞാൻ പറയാം, ഏത് വക്കീലെന്നുള്ളതല്ല. ഇന്ന് കേരളത്തിൽ പ്രോസിക്യൂട്ടർ ആയിക്കഴിഞ്ഞാൽ കാര്യമായി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോസിക്യൂട്ടറും കോടതിയും പോലീസും ഏതാണ്ട് പൊതുജന വികാരം എല്ലാം കൂടെ ചേരുമ്പം അതാണ് കേസിൻ്റെ ഗതിവിഗതികൾ നിശ്ചയിക്കുക എന്നുള്ളത്. ദൗർഭാഗ്യകരമാണ്. ഇതുപോലൊരു സംഭവത്തിൽ ഏറ്റവും നല്ല കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ഒരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി നഷ്ടപ്പെട്ടു പോയി എന്നുള്ള തോന്നൽ സുപ്രീം കോടതി വരുമ്പോൾ അതിനെ കേരളീയ സമൂഹം വളരെ ഗൗരവത്തോടെ കണ്ടാണ്. ഞാൻ അനുഭവസ്ഥ എന്നുള്ള നില പറയാൻ ആഗ്രഹിക്കുന്നു. 2 ആഴ്ച മുമ്പ് മഞ്ചേരിയിലെ ഏറ്റവും പ്രമാദമായ ഒരു കേസ്, ഞാൻ പേര് പറയുന്നില്ല, അത് വൈകാരിക പ്രശ്നമാണ്. ആ കേസിൽ അവിടുത്തെ കോടതി വിചാരണ നടത്തിയിട്ട് പ്രതികളെ വിട്ടു. അവിടെ വലിയ പ്രശ്നങ്ങളും എഴുത്തുമൊക്കെ ഉണ്ടായതാണ്. കേരള ഹൈക്കോടതി 131 പേജിൽ അത് കുറ്റക്കാരാണെന്ന് കണ്ടിട്ട് ചെയ്തു. അടിസ്ഥാനപരമായി കേരള ഹൈക്കോടതിയെ നയിച്ചത് വികാരമാണ്. അപ്പം തെളിവുകൾ വേണ്ടേ? കോടതിയെ സംബന്ധിച്ചിടത്തോളം വൈകാരികതയോ അതിന് രൂക്ഷതയോ അല്ല കേസുകളുടെ ഗതിവിഗതികളെ നിശ്ചയിക്കുക. അവിടെ വേണ്ടത് നിയമാധിഷ്ഠിതമായ തെളിവുകളാണ്. ആ തെളിവുകൾ കൊടുക്കേണ്ട കാര്യത്തിൽ കേരളത്തിൽ തീരെ ശുഷ്കാന്തി ഇല്ലാത്ത കോടതികൾ വളരെ ഉദാരമായിട്ട് തെളിവുണ്ടോ ഇല്ലയോ എന്ന നിർണായകമായ ചോദ്യമാണല്ലോ ഉയരുന്നത്, താങ്കൾ ഉയർത്തുന്നതും. കേരള മെഡിക്കോ ലീഗൽ സൊസൈറ്റിയുടെ സെക്രട്ടറിയും ഈ കേസിൽ ഗോവിന്ദച്ചാമിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയുമായ ഡോക്ടർ ഹിതേഷ് ശങ്കർ ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ ഹിതേഷ് ശങ്കർ, ഒന്നാമതായി അറിയേണ്ടത് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണങ്ങളെ താങ്കൾ എങ്ങനെ കാണുന്നു? 2, കാതലായ തെളിവുകളില്ലാതെ, കൂട്ടിയോജിപ്പിക്കേണ്ട നിർണായകമായ കണ്ണികളില്ലാതെ പോയതുകൊണ്ടാണോ ഇന്ന് പ്രോസിക്യൂഷന് മൗനം അവലംബിക്കേണ്ടി വന്നത്? വേണു, ഈ ഒരു കേസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കീഴ്ക്കോടതിയുടെ വിധി ഒന്ന് അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു.
നിർഭാഗ്യവശാൽ വിധിയുടെ കോപ്പി ഇപ്പൊ എന്റെ കയ്യിലില്ല. മുഴുവനായിട്ട് വായിച്ച ചില ഭാഗങ്ങൾ എനിക്ക് ഓർമ്മയുമില്ല. പക്ഷേ അതില് ഗോവിന്ദസ്വാമിയെ ശിക്ഷിക്കാൻ ഉള്ള തെളിവുകളായിട്ട് കോടതി പരാമർശിക്കപ്പെട്ടത്, ഞാൻ ഗോവിന്ദസ്വാമിനെ പരിശോധിച്ചപ്പോൾ ഗോവിന്ദസ്വാമി എന്റെ അടുത്ത് നടത്തിയ ഒരു കൺഫെഷൻ, ഒരു ഹിസ്റ്ററി ഉണ്ട്. ഞാൻ ചോദിച്ചിരുന്നു ഗോവിന്ദസ്വാമിയോട് എന്താണ് സംഭവിച്ചതെന്ന്. അപ്പൊ ഗോവിന്ദസ്വാമി വിത്തൗട്ട് എനി പോൾ, പോലീസും ഇല്ലാതെ എന്റെ റൂമിൽ വെച്ച് ഞാനും എന്റെ PGസും മാത്രം ഇരിക്കുന്ന ഒരു റൂമിൽ വെച്ച് ഗോവിന്ദസ്വാമിയോട് യഥേഷ്ടം അയാൾക്ക് എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുന്ന അവിടെ കസേര കൊടുത്ത് ഇരുത്തിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പ്രതി എന്നുള്ളൊരു ഒരു പ്രതി എന്നുള്ളൊരു നിലയ്ക്കല്ല ഞാൻ ചോദിച്ചത്. ഡോക്ടറെ മുന്നിൽ വരുന്ന ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിയും ഒരു ഡോക്ടറെ മുന്നിൽ പരിശോധിക്കാൻ വരുന്ന ഒരു അക്യൂസ്ഡ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാൻ അയാളെ കണ്ടത്. അയാളോട് ഞാൻ ചോദിച്ചിരുന്നു നിങ്ങൾ എന്താണ് ചെയ്തത്. അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് നരേറ്റ് ചെയ്ത കാര്യങ്ങൾ, ഹിസ്റ്ററി ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഞാൻ കോടതിയുടെ മുന്നിൽ പറയുകയുണ്ടായി. ഞാൻ എഴുതി സർട്ടിഫിക്കറ്റിലുണ്ടായിരുന്നത്. അതിൽ കോടതി എങ്ങനെ സംഭവിച്ചു എന്ന് ഗോവിന്ദസ്വാമി പറയും. തട്ടിയിട്ടിട്ട് അയാൾ ബലാത്കാരം ചെയ്തു എന്നും തലക്കടിച്ചു കൊന്നു എന്നും അയാൾ പറയുന്ന ഖണ്ഡികയുണ്ട്. അത് കോടതി എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനായി അംഗീകരിച്ചതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ ഗോവിന്ദസ്വാമിയുടെ മേൽ സൗമ്യ ഉണ്ടാക്കിയ മുറിവുകളും ഞാൻ അതിന്റെ മുറിവുകളുടെ മാനർ ഓഫ് ഇൻഫ്ലിക്ഷനും അതിന്റെ ഏജ് ഓഫ് ഇഞ്ചുറിയും എല്ലാം നോക്കിക്കൊണ്ട് ഇത് ആ സമയത്ത് സംഭവിച്ചതാണെന്നും അത് സൗമ്യ ഉണ്ടാക്കിയതാവാമെന്നും എല്ലാമുള്ള ഒരു നിഗമനത്തിലേക്ക് ഞങ്ങൾ അന്ന് എത്തിയിരുന്നു. പോരാത്തതിനും ഗോവിന്ദസ്വാമിയുടെ DNA വിജയസ്വാമി നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. ഡോക്ടർ ഹിതേഷ് ശങ്കർ, മാനഭംഗം സംഭവിച്ചിരിക്കുന്നു, പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം സുപ്രീം കോടതിയും സംശയലേശമന്യേ അംഗീകരിച്ചിട്ടുണ്ട് തെളിവുകളുടെ പിൻബലത്തിൽ. ചോദ്യം രണ്ടെണ്ണമാണ്. ഒന്ന്, തള്ളിയിട്ടതോ ചാടിയതോ, അതിന് താങ്കൾ ശാസ്ത്രീയമായി കണ്ടെത്തിയ സത്യം എന്തായിരുന്നു? അതിൽ ശാസ്ത്രീയമായി കണ്ടെത്തിയത് ഞാനല്ലായിരുന്നു. അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് അത് പറയേണ്ടിയിരുന്നത്. അത് ഇങ്ങനൊരു ചോദ്യം അന്ന് കീഴ്ക്കോടതിയിൽ വന്നിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. ഇത് ട്രയൽ കോടതി കഴിഞ്ഞ് ഇപ്പൊ സുപ്രീം കോടതിയുടെ കയ്യിലാണ്. സുപ്രീം കോടതിയിൽ പ്യുവർ ലീഗൽ ശരി. ഇനി രണ്ടാമത്തെ കാര്യവും എനിക്കറിയില്ല, അതും അങ്ങയുടെ പരിശോധനയുടെ പരിധിയിൽ വരുന്നതാണോ എന്ന്. രണ്ടാമത്തെ കാര്യം, കോടതി ചോദിക്കുന്നത് 29 മുറിവുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 മുറിവുകൾ തലക്കേറ്റതാണ്. അതിൽ രണ്ടാമത്തെ മുറിവാണ് മരണകാരണമായത്. ഇത് ഗോവിന്ദസ്വാമി തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? നമുക്ക് എന്താണ് മറുപടി? അതാണ് ഞാൻ പറഞ്ഞ കീഴ്ക്കോടതിയുടെ വിധിയുടെ ഒരു പകർപ്പ്. അതിൽ ഇനീഷ്യൽ ഭാഗത്ത് ഇപ്പൊ എന്റെ അടുത്ത് ഗോവിന്ദസ്വാമി പറഞ്ഞത് അയാള് സൗമ്യയെ തട്ടിയിട്ട് സൗമ്യയെ ബലാത്കാരം ചെയ്ത് തലക്കടിച്ചു കൊന്നു എന്നാണ്. അത് തന്നെയായിരുന്നു അതിന്റെ വിധിന്യായത്തിന്റെ മറുഭാഗത്ത് അവർ ട്രെയിനിന്റെ ഉള്ളിൽ വെച്ച് തന്നെ പീഡിപ്പിക്കപ്പെട്ടു എന്നും അതിനുശേഷം അബോധാവസ്ഥയിൽ തട്ടിയിട്ടു എന്നും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ കീഴ്ക്കോടതിയുടെ വിധിന്യായം, അത് ഞാൻ പറഞ്ഞു, കീഴ്ക്കോടതിയുടെ വിധിന്യായം കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കേസ് ജേറിൽ ഏതെങ്കിലും ഭാഗത്ത് ഡിസ്പാരിറ്റി ഉണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും ഭാഗത്ത് പോലീസോ അതോ മറ്റുള്ളവരോ ഏതെങ്കിലും വികാരത്തിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരു നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും കാതലായ സംഭവം തന്നെ. ശരി. എനിക്ക് അങ്ങയിൽ നിന്ന് നേരിട്ട് അങ്ങയുടെ പരിശോധനയുടെ പരിധിയിൽ വരുന്നതും സുപ്രീം കോടതിയിൽ നിന്ന് സംശയരൂപേണ ചോദിച്ചതുമായ ഒരു കാര്യത്തിനുള്ള കൃത്യമായ മറുപടി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിതാണ്, ഒറ്റക്കൈയുള്ള ഒരാൾ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ അവിടെ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുമോ? ഈ ചോദ്യത്തിനുള്ള മറുപടി അങ്ങേക്ക് നൽകാൻ കഴിയും? അത് ഞാൻ വ്യക്തമായിട്ട് കീഴ്ക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, അത് വ്യക്തമായിട്ട് വിധിയിൽ പറഞ്ഞിട്ടുമുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ആ ഒറ്റ കൈയുടെ പവർ സയന്റിഫിക് ആയിട്ട് അസസ് ചെയ്തുകൊണ്ട് ഞാൻ കോടതിയെ ബോധിപ്പിച്ചിരുന്നു. അത് ഗോവിന്ദസ്വാമിയുടെ വക്കീൽ എന്നെ 1.5 ദിവസം ക്രോസ് ചെയ്ത കേസ്. അത് 1.5 ദിവസം ക്രോസ് ചെയ്ത് ആ തെളിവിന്റെ ഡീപ്നെസ് കൂട്ടാണ് ചെയ്തത്. അതായത് അയാൾക്ക് അത് ചെയ്യുവാൻ സാധിക്കുമെന്ന് എനിക്ക് സംശയാതീതമായി തെളിയിക്കാൻ കോടതിയിൽ സാധിച്ചു. എന്തായിരുന്നു അതിന്റെ ശാസ്ത്രീയത, അത് പറയാമോ? അതായത് അദ്ദേഹത്തിന് ആ കൈ, അദ്ദേഹത്തിന് അയാളെ ലെഫ്റ്റ് ഹാൻഡിന്റെ അഗ്രഭാഗമാണ് മുറിഞ്ഞു പോയിട്ടുള്ളത്. അതെ, അതിന്റെ എൽബോവിന് മുട്ടിന് താഴെയുള്ള ഭാഗത്തിന്റെ ബലമാണ് ഞാൻ നിർണ്ണയിച്ചത്. മുട്ടിന്റെ താഴെയുള്ള ഭാഗത്ത് ഒരു കുട്ടിയെ ഒരു 55-60 വയസ്സ് പ്രായം വെച്ചാൽ അത് നല്ല പവർഫുൾ ആയിരുന്നു. അത് എഗെയിൻസ്റ്റ് ദ ഫോഴ്സ്, ഞാൻ ഓഫർ ചെയ്ത ഫോഴ്സിനേക്കാളും കൂടുതൽ അദ്ദേഹത്തിന് ആ കൈ മടക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കുട്ടിയെ ഒരു 50-55 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു കുട്ടിയെ അതുകൊണ്ട് പൊക്കിയെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റിയിരുന്നു. ദയവ് ഇത് ടെലിഫോൺ ലൈൻ തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കുറച്ചു നേരം കൂടി
ശ്രീ M.R. മുരളി, ഈ വിഷയത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആദ്യഘട്ടം മുതൽ സജീവമായി ഇടപെട്ട വ്യക്തിയാണ് താങ്കൾ. ഇപ്പോൾ ചില നിയമപ്രശ്നങ്ങളൊക്കെയാണ് ഉയർന്നു വരുന്നത്. അതിൽ മതിയായ മറുപടി നൽകാൻ കഴിയേണ്ട കാര്യങ്ങൾ ഉണ്ടാകില്ല, ഒരുപക്ഷെ താങ്കളുടെ അറിവിൻ്റെ ഒരു പരിധിയിൽപ്പെട്ടതായിരിക്കില്ല. എങ്കിൽ പോലും ചില ഉത്തരങ്ങൾ തേടേണ്ടി വരികയാണ്. അതിലൊന്ന് ഒരു രാഷ്ട്രീയമായി ഇപ്പോൾ ഉയർന്നൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് തോമസ് പി ജോസഫ് ഇതിൻ്റെ അഭിഭാഷകനായി? എന്തുകൊണ്ട് അഡ്വക്കേറ്റ് സുരേശൻ മാറ്റി നിർത്തപ്പെട്ടു? എന്തുകൊണ്ട് ഇത്ര പ്രധാനപ്പെട്ടൊരു കേസിൽ വലിയ തെളിവുകളുടെയും ശാസ്ത്രീയമായ പരിശോധനാ ഫലങ്ങളുടെയും ഒക്കെ പിൻബലമുണ്ടായിട്ടും ഈ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾക്ക് മുന്നിൽ മൗനം അവലംബിച്ചു? ഇനിയിപ്പോൾ ഒരുപക്ഷെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് കോടതി അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്താൽ നമ്മുടെ ഭാഗം പറയാൻ കഴിയും. പക്ഷേ എന്തുകൊണ്ട് ഈ കുറ്റകരമായ മൗനം? സമയം പോലും ചോദിക്കാതെയുള്ള ഈ മൗനം എന്തുകൊണ്ടായിരുന്നിരിക്കണം?